മാലിക് എന്നവരുടെ ശിഷ്യനാണ് ഇമാം ഷാഫി തങ്ങൾ, ഷാഫി ഇമാമിന്റെ ശിഷ്യനാണ് അഹ്മദ് ഇബ്നു ഹംബൽ എന്നവര്. 3 ആളുകൾക്കും 3 മദ്ഹബാണ്. ഉസ്താദിന്റെ അതേ മദ്ഹബല്ല ശിഷ്യന്റെ ശിഷ്യൻ, അതായത് ഷാഫി തങ്ങളുടെ ശിഷ്യനാണ് അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ. അവരുടെ മദ്ഹബ് വേറെയാണ്. അവരുടെ ഉസ്താദ് ഇമാം ഷാഫി തങ്ങൾ, അവരുടെ മദ്ഹബ് വേറെ. അവരുടെ ഉസ്താദ് ഇമാം മാലിക് എന്നവര്. ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഖൈറുൽ ഖുറൂനി ഖർനി, ഏറ്റവും നല്ല നൂറ്റാണ്ട് എന്റെ നൂറ്റാണ്ടാണ്. സുമ്മല്ലദീന യലൂനഹും, പിന്നെ തൊട്ടടുത്ത് വരുന്ന നൂറ്റാണ്ട്. അവിടെ കഴിഞ്ഞ ആളുകളാണ് മദ്ഹബിന്റെ ഇമാമുമാർ. 4 മദ്ഹബ് ഉണ്ടാകുന്ന അവിടെയാണ്. മദ്ഹബ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ അടിസ്ഥാനമായ ഖുർആനും ഹദീസും വിശകലനം ചെയ്ത് പഠിക്കുന്ന, റിസർച്ച് ചെയ്ത പണ്ഡിതന്മാർ എന്ന് നമ്മൾ മൊത്തത്തിൽ പറയുമ്പോൾ അങ്ങനെ പറഞ്ഞാൽ മതി. ഇവർ റിസർച്ച് ചെയ്തവരാണ്. ഹദീസുകളെ സംബന്ധിച്ച് ബലാബലം നോക്കി ആശയങ്ങളിലെ വൈരുദ്ധ്യം തോന്നുന്ന ഹദീസുകളെ പഠനവിധേയമാക്കി അവർക്ക് ലഭ്യമായ മസാദിറുകൾ, സോഴ്സുകൾ വെച്ച് മുഴുവൻ മുമ്പിൽ വെച്ചുകൊണ്ട് തഖ്വയിലും അള്ളാഹുവിനോടുള്ള മഹബത്തിലും ഹബീബിനുള്ള മഹബത്തിലും പഠനം നടത്തി സ്വന്തം അഭിപ്രായമല്ല പറഞ്ഞത്, ദീനിന്റെ അഭിപ്രായം രേഖപ്പെടുത്തി വെച്ച 4 മദ്ഹബേ ഉള്ളൂ. രേഖപ്പെടാതെ വരുന്ന ദാവൂദ് അല്ലാഹുരി തങ്ങളുടെ മദ്ഹബ് ഉണ്ട്. പക്ഷെ നമുക്ക് മുഴുവൻ കിട്ടൂല. അതുകൊണ്ടാണ് 5 മദ്ഹബ് എന്ന് പറയാത്തത്. 5, 6, 8, 10 മദ്ഹബൊക്കെ പറ്റുമായിരുന്നു. പക്ഷേ അതിൽ 4 റെക്കോർഡഡ് ഉള്ളൂ. അതുകൊണ്ട് 4 മദ്ഹബ് അനുസരിച്ചാണ് അമൽ ചെയ്യേണ്ടത് എന്ന് മുസ്ലിം ലോകം തീരുമാനിക്കാൻ കാരണം. അലിമീങ്ങൾ ഏകഭിപ്രായമാണതിൽ. ഏതായിരുന്നാലും ഇമാം മാലിക് റഹ്മത്തുള്ളാഹി തആല അലൈഹി, അബൂ അയ്യൂബ് സഖ്തിയാനി തങ്ങളെ പറ്റി പറഞ്ഞെങ്കിൽ ഇമാം മാലിക് എന്നവർ ദർസ് നടത്തുമ്പോൾ മഹാനവറുകൾ അത്ര പൂശി ഒതുവെടുത്ത് തലപ്പാവ് കെട്ടി നല്ല വസ്ത്രം ധരിച്ച് അച്ചടക്കത്തിൽ ഇരുന്നിട്ടേ ഹദീസ് പറയുള്ളൂ. അപ്പൊ വേറൊന്നും പറയാൻ പാടില്ല, വേറെ ചർച്ചയുടെ നടക്കാൻ പാടില്ല. ആ ഒരു ദർസ് നടത്തുമ്പോഴാണ് കാലിൽ എത്രയോ തവണ, 40ഓളം തവണ തേള് കുത്തിയത് മഹാനവറുകൾ. ഹദീസിന്റെ ഇടയിൽ ദർസിന്റെ ഇടയിൽ ആ കാല് വലിച്ചില്ല എന്നാ, മുഖമടക്കം നീല നിറമായിട്ട് മാറി. ദർസ് അവസാനത്തിൽ നോക്കുമ്പോൾ നല്ല തേള് കുത്തിയിട്ടുണ്ട്. അപ്പൊ അവര് പറഞ്ഞു, ഇമാം അവറുകളെ, നിങ്ങൾക്ക് തേള് കുത്തുമ്പോൾ ഒറ്റക്കുത്തിൽ അറിയില്ല ഇതിന്റെ വേദന, എന്തേ നിങ്ങളൊന്ന് പറയാതിരുന്നത്? ശിഷ്യന്മാരെ ചോദിച്ചു. മാ കുൻതു ലിഅഖ്തഅക ഹദീസ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് ഞാൻ നിർത്തിയേ ഒരു തേള് കുത്തിയെന്ന് വിചാരിച്ചിട്ട്? ഹബീബായ നബിയുടെ ഹദീസ് ഞാൻ പാതി വഴിയിൽ നിർത്തിപ്പോവേ? ഞാൻ ചെയ്യാൻ പാടില്ലല്ലോ. അത് നബി തങ്ങളോട് ചെയ്യുന്ന അദബുകേടല്ലേ? അതാണ് മാലിക്കി മദ്ഹബിന്റെ ഇമാം മാലിക് ഇബ്നു നസ്ർ റളിയല്ലാഹു അൻഹു. മദീനയിൽ ചെരുപ്പില്ലാതെ നടന്നു. മദീനയിൽ ഒട്ടകപ്പുറത്ത് നടന്നിട്ടില്ല എന്നാ. നമുക്കത് പ്രായോഗികമായിട്ട് നമ്മളെ കൊണ്ട് പറ്റും തോന്നുന്നില്ല. മഹാനവറുകൾ ചെരുപ്പില്ലാതെ നടന്നു. മഹാനവറുകൾ വാഹനം കയറിയിട്ടില്ല. കാരണം പറഞ്ഞത്, ഭൂമിക്ക് താഴെയല്ലേ ഹബീബാ നബി തങ്ങൾ കിടക്കുന്നത്. അപ്പൊ പിന്നെ ഞാൻ എങ്ങനെയാ ഭൂമിക്ക് മുകളിൽ നടക്കുക? അവരൊക്കെയാണ് മദ്ഹബിന്റെ ഇമാമിയങ്ങൾ. എന്ത് മദ്ഹബ് എന്ന് ചോദിക്കുന്ന ബുദ്ധിയില്ലാത്ത മനുഷ്യന്മാരെന്ന് അവരെ പറ്റി പഠിക്കണം. ആരാ ഇവരൊക്കെ, എന്താണിത് എന്നൊക്കെ.